കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജോയും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ ഒരു കോഫി ഷോപ്പിൽ വന്ന് കോഫി കുടിക്കുകയാണ്. ഈ കോഫി കുടിക്കുന്ന നേരത്ത് അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുക. ഗേൾഫ്രണ്ട് ജോനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അവൾ ഈ ലോകത്ത് നിന്ന് വന്നതല്ല, അവൾ വേറൊരു ലോകത്ത് നിന്ന് വന്നതാണ്. എന്നാൽ ജോയ്ക്ക് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. അന്നേരം ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യൻ. അയാൾ വരുമ്പം തന്നെ ഈ ഗേൾഫ്രണ്ട് ജോനോട് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യൻ അതിന് സമ്മതിക്കുന്നില്ല. ഒരു തോക്കെടുത്ത് ഗേൾഫ്രണ്ടിന്റെ തല നോക്കി ഷൂട്ട് ചെയ്യാണ്. അവൾ അവിടെ തന്നെ മരണപ്പെട്ട് വീഴുന്നുണ്ട്. ജോ ഇത് കണ്ട് തകർന്ന് അവളുടെ അടുത്ത് വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നടന്ന് മാറിപ്പോവും. ജോന്റെ ഗേൾഫ്രണ്ടിനെ കൊന്ന ആളല്ലേ, ജോ വെറുതെ വിടുവോ? ജോ പെട്ടെന്ന് തന്നെ ഓടി അയാളുടെ പിന്നാലെ ചെല്ലുമ്പോൾ അയാൾ ഒരു സ്ഥലത്തോട്ട് കയറിപ്പോകുന്നതായിട്ട് കാണും. അങ്ങനെ അയാളെ അടിച്ചിടാനായിട്ട് അയാൾ കയറിപ്പോയ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ അയാളെ കാണുന്നില്ല. അവിടെ നിന്ന് എങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ആ ഒരു വഴിയിൽ അയാളെ കാണാനായിട്ടില്ല. ജോ ആകെ തകർന്ന് അവിടെ അങ്ങനെ നിന്ന് പോവാണ്. കട്ട് ചെയ്താൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജോ ആകെ തളർന്ന് ഗേൾഫ്രണ്ട് മരിച്ച വിഷമത്തിൽ അവന്റെ റൂമിൽ അങ്ങനെ കിടക്കുകയാണ്. അവനെ സഹായിക്കാനായിട്ട് ഒരു അസിസ്റ്റൻസ് ഉണ്ട്. അത് അവനോട് എണീക്കാനായിട്ട് പറയുന്നുണ്ട്. 2 ആഴ്ചയായിട്ട് അവൻ അവന്റെ അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് അവൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം ജോനെ കാണാനായിട്ട് അവന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനാണ്. ആ അപ്പൂപ്പൻ താഴെ ഒരു ന്യൂസ് പേപ്പർ കട നടത്തുന്നുണ്ട്. ജോ അപ്പൂപ്പന്റെ ഫ്രണ്ടാണല്ലോ. ജോനെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഗേൾഫ്രണ്ട് മരിച്ചു പോയ കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ ജോനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ജോ ആദ്യം ഡോറ് തുറക്കാനായിട്ട് കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് തുറന്ന് അപ്പൂപ്പൻ അകത്തോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പൂപ്പൻ അവന് കോഫി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നാൽ അതൊന്നും കുടിച്ചിട്ട് അവന് രുചി തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവന്റെ ഗേൾഫ്രണ്ട് മരിച്ചുപോയ വിഷമത്തിലാണ്. അവന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് ആഷ് എന്നാണ്. അവന്റെ കൈയൊക്കെ വിറച്ചിട്ട് അവന്റെ കയ്യിലുള്ള കോഫിയൊക്കെ താഴെ പോകുന്നുണ്ട്. അപ്പൂപ്പൻ എന്തായാലും അവനെ സമാധാനപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചോണം, നല്ല രീതിയിൽ ഉറങ്ങിക്കോണം, വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് രാത്രിയാകുമ്പോൾ ജോ അവന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങി തോക്കൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ച് തിരിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിൽ വരും. അവിടെ വന്നിട്ട് ആ തോക്കെടുത്ത് റെഡിയാക്കുന്നുണ്ട്. ആ തോക്കെടുത്ത് ഒരു സ്ഥലത്ത് പോയിരുന്ന് അവന്റെ തലയിലോട്ട് ഷൂട്ട് ചെയ്യും. എന്നാൽ ബുള്ളറ്റ് വരുന്നില്ല. അവൻ മരണപ്പെട്ട് വീഴുന്നില്ല. 2-3 തവണ ട്രൈ ചെയ്ത് നോക്കും. ആകെ പേടിച്ച് ഇപ്പം മരിച്ചു പോവും എന്നുള്ളൊരു പേടിയിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എത്ര ഷൂട്ട് ചെയ്തിട്ടും ബുള്ളറ്റ് പുറത്തു വരുന്നില്ല. ഈ തോക്ക് കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ച് അവൻ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യും അവിടുത്തെ ഒരു സോഫയ്ക്ക് നേരെ. എന്നാൽ അപ്പോ ബുള്ളറ്റ് ഫയർ ആവുന്നുണ്ട്. വീണ്ടും അവൻ തലയിൽ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ബുള്ളറ്റ് വരുന്നില്ല. ഇതിപ്പോ എന്താ സംഭവം എന്നറിയാൻ പാടില്ലാതെ അവൻ എങ്ങനെയെങ്കിലും മരിച്ചേ തീരും എന്നൊരു തീരുമാനത്തിൽ തൊട്ട് ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കും. എന്നിട്ട് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുകയാണ്. താഴെ ചാടി മരിക്കാനായിട്ട്. എന്നാൽ അവൻ താഴെ ചെന്ന് വീഴുന്നില്ല. പകരം വായുവിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അവൻ അറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. കട്ട് ചെയ്താൽ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. ഇത്രയും നേരം കണ്ടത് അവന്റെ സ്വപ്നം പോലെ അവന് തോന്നുകയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മയുണ്ട്. ഇതെല്ലാം ഒറിജിനൽ ആണോ എന്ന് അറിയാനായിട്ട് അവൻ പുറത്തിറങ്ങി ഹാളിൽ വരും. ഹാളിൽ വന്ന് നോക്കുമ്പോൾ അവൻ തോക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നടന്നതെല്ലാം സത്യമായിരുന്നു. അവൻ അങ്ങനെ ഒന്നും തിരിയാതെ നിൽക്കുമ്പോൾ അവന്റെ അസിസ്റ്റൻസ് വിളിച്ച് പറയുന്നുണ്ട് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ആഷിന്റെ കയ്യിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കട്ടോ എന്ന്. എന്നാൽ അവൻ എന്താണെന്ന് അറിയത്തില്ല. ആഷ് മരണപ്പെട്ടു പോയതല്ലേ, അവളിൽ നിന്ന് എങ്ങനെ മെസ്സേജ് വരും? അതുകൊണ്ട് തന്നെ ആകെ വേവലാതിപ്പെട്ട് അവന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടന്നു പോവാണ്. ഈ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ഗ്ലിച്ചുകൾ സംഭവിക്കുന്നുണ്ട്. അതുവഴി നടന്നു പോകുന്ന മനുഷ്യരെല്ലാം ഒരുമാതിരി വൈബ്രേറ്റ് ആവുന്നത് പോലെ. പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നില്ല. നേരെ നടന്ന് അവന്റെ കൂട്ടുകാരൻ അപ്പൂപ്പന്റെ അടുത്ത് ചെല്ലും. ആഷ് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നാൽ അവൾ മരണപ്പെട്ടു പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. നിനക്ക് അത് അറിയണമെങ്കിൽ നീ ആഷിന്റെ മെസ്സേജ് തുറന്നു നോക്ക്, അവൾ എന്തെങ്കിലും അപകടത്തിൽ പെട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട്. മരണപ്പെട്ടു പോയ ആൾ എങ്ങനെ അപകടത്തിൽ പെടും? ഇതൊന്നും അറിയാതെ അവൻ ഒരു സ്ഥലത്ത് വന്നിരുന്ന് അവന്റെ ഫോൺ എടുത്ത് ആ മെസ്സേജ് നോക്കുകയാണ്. അതിനകത്ത് ആഷിന്റെ ഒരു വീഡിയോ ആണ്. ആഷ് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ ബുക്ക് സ്റ്റോറിൽ പോവാൻ. ഈ ജോയ്ക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് സ്റ്റോർ ഉണ്ട്. അവിടെ ഒരു കാര്യം അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പോയി വാങ്ങിയെടുക്കണം. അതുപോലെ തന്നെ അവള് മരണപ്പെട്ടിട്ടില്ല, അവള് വേറൊരു ലോകത്തുണ്ട് എന്നൊക്കെ പറയാണ്. അവനും ഇത് അറിയാനായിട്ട് നേരെ അവൻ വർക്ക് ചെയ്യുന്ന ബുക്ക് സ്റ്റോറിലോട്ട് നടന്നു ചെല്ലുകയാണ്. ഇതേ നേരം ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചധികം ആൾക്കാർ കുറച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുമ്പിൽ അങ്ങനെ ഇരിപ്പുണ്ട്. നമ്മുടെ ജോനെ കാണിക്കുകയാണെങ്കിൽ അവൻ നടന്ന് അവന്റെ ബുക്ക് സ്റ്റാളിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് അവൻ എന്തെങ്കിലും ഒരു ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊറിയർ ആയിട്ട് വന്നോ എന്ന് ചോദിക്കും. കൊറിയർ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു ബുക്ക് എടുത്ത് കൊടുക്കുകയാണ്. ആ ബുക്കും വാങ്ങിച്ച് അവൻ ആകെ വെപ്രാളപ്പെട്ട് പുറത്തോട്ടിറങ്ങി വരും. അത് വന്നിട്ട് ആ ബുക്കിനകത്ത് എന്താണെന്ന് അറിയാനായിട്ട് അത് തുറന്നു നോക്കും. അത് തുറന്നു നോക്കുമ്പോൾ അവന്റെ ദേഹത്ത് എന്തൊക്കെയോ പറ്റാണ്. അവന് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ആ ഡയറിയിൽ നിന്ന് പ്രകാശം വരുന്നുണ്ട്. എന്താണെന്ന് അവൻ അറിയില്ല. പക്ഷെ അവൻ ഒരു നിമിഷത്തേക്ക് ഒന്ന് തകർന്നു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവനെ നിരീക്ഷിക്കുന്ന ആൾക്കാർ അവനെ ആക്രമിക്കാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പൊ ജോയ് ആണെങ്കിൽ ഡയറി അടച്ചു വെച്ചിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. പിന്നാലെ തന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്. 2 പേര്. അവന്റെ റൂമിന്റെ അടുത്തോട്ട് നടന്നു ചെല്ലുമ്പോൾ അവന്റെ പിന്നാലെ ആ മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. അവൻ അറിയില്ല അടുത്ത റൂമിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ആളാന്ന് അവൻ വിചാരിക്കും. എന്നാൽ അവന്റെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അയച്ചത് ആഷാണ്, നിന്നെ കൊല്ലാനാണ് അവന്മാര് പിറകെ വന്നിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളാം. ഇത് മനസ്സിലാക്കിയ ഉടനെ അവൻ
ഡോറ് തുറന്ന് പെട്ടെന്ന് വീടിനുള്ളിലോട്ട് കയറാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഈ പിന്നാലെ വന്ന മനുഷ്യനാണെങ്കിൽ കാലെടുത്ത് വെച്ച് ജോന്റെ വീട്ടിനുള്ളിലോട്ട് കയറാനായിട്ട് നോക്കുന്നുണ്ട്. ഡോർ അടയ്ക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. ജോ അവന്റെ എയിനോട് പോലീസിനോട് കോൺടാക്ട് ചെയ്യാനായിട്ട് പറയും. എന്നാൽ എയ്ക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അതിനെന്തോ പറ്റിയിട്ടുണ്ട്. ജോ പെട്ടെന്ന് തന്നെ ഓടി അവന്റെ തോക്കെടുത്ത് ഒരു സൈഡിൽ വന്ന് മറിഞ്ഞിരിക്കുകയാണ്. അവനെ ഉപദ്രവിക്കാൻ വന്ന ആള് പതിയെ റൂമിനുള്ളിലോട്ട് കയറി വരികയാണ്. ജോ പെട്ടെന്ന് തന്നെ ചാടി അയാളെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഷൂട്ട് ഏൽക്കുന്നില്ല. അവന് ഉന്നം കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ അവന്റെ ദേഹം ആരോ കൺട്രോൾ എടുത്തതുപോലെ അവൻ ആ തോക്കെടുത്ത് ഷട്ടപ്പടയെന്ന് പറഞ്ഞ് ആ ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നാൽ അത് ജോയല്ല ചെയ്തത്. അവനറിയില്ല അതെങ്ങനെയാണ് ചെയ്തതെന്ന്. പക്ഷെ അത് കാര്യമാക്കി എടുക്കാതെ അവൻ പതിയെ നടന്ന് ഡോറിന്റെ അടുത്തോട്ട് ചെല്ലും. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിലോ. അവന്റെ പിന്നാലെ 2 മനുഷ്യരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പതിയെ പുറത്തോട്ടിറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ വന്ന് ആക്രമിക്കുകയാണ്. ജോയും അയാളും തമ്മിൽ ഫൈറ്റ് ആവും. ജോയ്ക്ക് അയാളിൽ നിന്ന് ഒരുപാട് അടി കിട്ടുന്നുണ്ട്. ജോയ്ക്ക് തിരിച്ച് പ്രതിരോധിക്കാൻ അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ ബോഡി ആരോ കൺട്രോൾ എടുത്തതുപോലെ അവൻ അയാൾ അടിച്ച് ബോധം കെടുത്തി കളയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ തിരിച്ച് അവന്റെ റൂമിൽ കയറി വരും. ആ നേരം അവിടുത്തെ TV സ്ക്രീനിൽ ആഷിന്റെ വീഡിയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് എഐനോട് ഓഫാക്കാൻ പറയുമ്പോൾ എഐ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് വീഡിയോ അല്ല സംഭവം. അത് ഒറിജിനൽ ആയിട്ടുള്ള ആഷാണ്. ആഷ് അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അവന് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതെങ്ങനെ മരണപ്പെട്ടു പോയ ഒരാൾ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാല് അവൾ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. പേടിക്കാനൊന്നുമില്ല, അവൾ മരണപ്പെട്ടിട്ടില്ല. അതുപോലെ ജോനെ ആഷ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യമെല്ലാം നീ ശ്രദ്ധിച്ച് കേട്ടോണമെന്ന് പറഞ്ഞിട്ട് അവൾ സത്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. സെൻഡെക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിലെ ബോസ് ആണ് ഹണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ. നമ്മൾ ആദ്യം ആഷിനെ വെടിവെച്ച് കൊന്നൊരു മനുഷ്യനെ കണ്ടില്ലേ, അയാളാണ് ഹണ്ടർ. ഈ ഹണ്ടറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിമുലേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുള്ളിൽ ഇമോഷൻസ് ഉള്ള മനുഷ്യർ വേണം. എന്നാൽ എത്ര ട്രൈ ചെയ്തിട്ടും അത് നടന്നില്ല. അങ്ങനെ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം ഒരാൾ ഹണ്ടറിന് അങ്ങോട്ട് മെസ്സേജ് ഇട്ടു, ഇതേപോലെ സിമുലേഷൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, നമുക്ക് ഒരുമിച്ച് കോഡിങ് ചെയ്യാമെന്ന്. അങ്ങനെ ഹണ്ടർ അയാളെ പോയി കണ്ടു. അയാളുമായിട്ട് ഒരുമിച്ച് കോഡിങ് ചെയ്തു. ഇതുപോലെ ഒരു സിമുലേഷൻ ഉണ്ടാക്കി. ആ സിമുലേഷനുള്ളിലുള്ള ഒരു ക്യാരക്ടറാണ് ജോ. പക്ഷെ ജോയ്ക്ക് ഇമോഷൻസ് ഉണ്ട്. സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇമോഷൻസ് ഉണ്ട്. ഈ സിമുലേഷൻസിനകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ട്. പിന്നീട് ഹണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ആ സിമുലേഷൻ വെച്ച് വലിയൊരു പണക്കാരനായി മാറി. വലിയൊരു കമ്പനി കെട്ടി ഉയർത്തി. അതിന്റെ പേര് സെൻഡെക് എന്ന് തന്നെയാണ്. പക്ഷേ ഇയാൾ ഈ സിമുലേഷനിലുള്ള മനുഷ്യരെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിന്റെ അകത്ത് വാറ് നടത്തുക, ബോംബ് വെക്കുക, ഓരോ അസുഖങ്ങൾ പടർത്തി വിടുക. ഇതിനകത്തുള്ള മനുഷ്യരും, അതായത് ഈ വിർച്വൽ മനുഷ്യർക്കും ഫീലിങ്സ് ഉണ്ട്. അവരിങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് കുറച്ച് ആൾക്കാർക്ക് തോന്നി. അങ്ങനെ അതിനെ പ്രതിരോധിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് നമ്മുടെ ആഷിനെ പോലുള്ള ടീംസ്. അങ്ങനെയാണ് ആഷ് ഈ സിമുലേഷനുള്ളിൽ വന്നത്, അത് ഹാക്ക് ചെയ്തിട്ട്. എന്നാൽ ഇതിന്റെ അകത്ത് വന്നപ്പോഴോ ഇതിനകത്തുള്ള ഒരു ക്യാരക്ടറുമായിട്ട് പ്രണയത്തിലായി, നമ്മുടെ ജോയുമായിട്ട് പ്രണയത്തിലായി. പക്ഷെ അവര് വെറും ക്യാരക്ടർ അല്ല, ഇമോഷൻസ് ഉള്ള മനുഷ്യരാണ്. ഇത് ജോനോട് പറയുമ്പോൾ ജോ ആകെ തകർന്ന് എന്താ ചെയ്യാന്ന് അറിയാൻ പാടില്ലാതെ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ആഷ് അവനെ സമാധാനപ്പെടുത്തും. എത്രയും പെട്ടെന്ന് ഞാൻ ആ ഗെയിമിനുള്ളിലോട്ട് അല്ലെങ്കിൽ ആ വിർച്വൽ സിമുലേഷനുള്ളിലോട്ട് വരാനായിട്ട് ശ്രമിക്കാം. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കുന്നില്ല. കാരണം ആ ഹണ്ടർ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് സാധിക്കാത്തത്. പക്ഷെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് ഞാൻ അതിനുള്ളിൽ തന്നെ വന്നേക്കും. അതുപോലെ ആഷ് ആണെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹണ്ടറിന് ഈ സിമുലേഷൻ സൃഷ്ടിക്കാനായിട്ട് സഹായിച്ചില്ലേ ഒരു പാർട്ട്ണർ, ആ മനുഷ്യന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ ജോ ഒന്ന് ഞെട്ടിപ്പോവാണ്. കാരണം അത് മറ്റാരുമല്ല, ഈ ഗെയിമിലുള്ള ഈ സിമുലേഷനിലുള്ള അവന്റെ അപ്പൂപ്പൻ കൂട്ടുകാരനാണ്. അപ്പൊ ഈ അപ്പൂപ്പൻ കൂട്ടുകാരൻ ഈ ഗെയിമിനുള്ളിലുണ്ട്. ആഷ് വീണ്ടും പറഞ്ഞു കൊടുക്കും, ഈ അപ്പൂപ്പനാണെങ്കിൽ ആ ഒരു പാർട്ട്ണർ ആണെങ്കിൽ റിയൽ വേൾഡിൽ നിന്ന് 7 വർഷമായിട്ട് കാണാനില്ല. അങ്ങനെ എവിടെ പോയി? അപ്പൊ അയാൾ ഈ ഗെയിമിൽ തന്നെ ഉണ്ട്. എവിടെ ഒളിച്ചിരുന്ന് ഗെയിം കളിക്കുകയാണ്. ഈ ഗെയിമിലുള്ള മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാണ്. സിമുലേഷനിലുള്ള മനുഷ്യരെ എല്ലാവരും അവരൊരു എക്സ്പെരിമെന്റ് വസ്തുവായിട്ടാണ് കാണുന്നത്. അവരെ ഉപദ്രവിക്കാറുണ്ട്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ അപ്പൂപ്പൻ കൂട്ടുകാരൻ എവിടെ മാറിയിരിക്കുന്നത്. നമ്മുടെ ജോയ്ക്ക് മനസ്സിലായി അപ്പൂപ്പൻ കൂട്ടുകാരൻ ഒരു റിയൽ ആയിട്ടുള്ള മനുഷ്യനാണെന്നുള്ള കാര്യം. ഈ ഗെയിമിനുള്ളിൽ തന്നെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു ന്യൂസ് പേപ്പർ കടയിട്ട് താഴെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ജോ ആഷിനോട് ചോദിക്കും, നേരത്തെ ഞാൻ ബിൽഡിങ്ങിൽ നിന്ന് ചാടാൻ പോയപ്പോ നീയാണോ എന്നെ സഹായിച്ചതെന്ന്. പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആരോ അവനെ കൺട്രോളിൽ എടുത്തതുപോലെ. അത് ആഷ് അല്ല, വേറെ ആരോ ആണ്. ആഷിനും അത് അറിയത്തില്ല ആരാ അങ്ങനെ ചെയ്തതെന്ന്. കട്ട് ചെയ്താൽ ആ ഹണ്ടർ എന്ന് പറയുന്ന മനുഷ്യനെ കാണുകയാണ്. നമ്മളിപ്പോ കാണിക്കുന്നത് റിയൽ വേൾഡ് ആണ്. റിയൽ വേൾഡിൽ അയാൾക്ക് വലിയൊരു കമ്പനി തന്നെ ഉണ്ട്. അങ്ങോട്ട് അയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടി വന്നിട്ട് അയാളോട് സംസാരിക്കും, ഈ ഗെയിം അങ്ങനെ റീബൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതിനകത്തുള്ള 8 ബില്യൺ മനുഷ്യർക്കും ഫീലിങ്സ് ഉണ്ട്. അങ്ങനെ റീബൂട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫീലിങ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അത്രയധികം മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അയാൾ അതിനെ എതിർക്കുകയാണ്. അതുപോലെ തന്നെ കോടതി വിധിയുണ്ട്. ആ ഗെയിമിലുള്ള മനുഷ്യരെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, അവര് മനുഷ്യരാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇയാൾ കോടതി വിധിനെയൊന്നും വകവെക്കുന്നില്ല. ആ ഒരു പെൺകുട്ടിയോട് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗെയിമിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിലുള്ള മനുഷ്യരെ എല്ലാം റീബൂട്ട് ചെയ്യണം. എല്ലാം നമുക്ക് ഒന്നേന്ന് തുടങ്ങണം. ഓരോ എക്സ്പെരിമെന്റ് തുടങ്ങണം. ഇത് പുറം ലോകം അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. അതുപോലെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ആ ഗെയിമിൽ നുഴഞ്ഞു കയറിയ ആ പെൺകുട്ടിനെ കണ്ടുപിടിക്കണമെന്ന്. പുറം ലോകത്ത് നിന്നൊരു ഹാക്കറാണ് അകത്തോട്ട് കയറിയിരിക്കുന്നത്. ആ ഹാക്കറിനെ ഗെയിമിനുള്ളിൽ വെച്ച് തന്നെ ഹണ്ടർ കൊന്നു കളഞ്ഞു. ആ പെൺകുട്ടീനെ റിയൽ വേൾഡിൽ കണ്ടുപിടിക്കണം
കണ്ടുപിടിക്കാനായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയോട് പറയും. അവൾക്കും വലിയ താല്പര്യമില്ലെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. കട്ട് ചെയ്താൽ നമ്മുടെ ആഷിനെയാണ് കാണിക്കുന്നത്. റിയൽ വേൾഡ് ആണ് കാണിക്കുന്നത്. അവൾ അവളുടെ റൂമിലിരിക്കുമ്പോൾ അവളെ നമ്മൾ നേരത്തെ കണ്ട അപ്പൂപ്പൻ വിളിക്കുന്നുണ്ട്. അപ്പൂപ്പ പാർട്ണറില്ലേ, റിയൽ വേൾഡിലുള്ള അപ്പൂപ്പ പാർട്ണർ. അപ്പൂപ്പൻ വിളിച്ചിട്ട് ആഷിനോട് ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അവൾ ഗെയിമിലുള്ള ഒരു ക്യാരക്ടറിന് ഇയാളെ കാണിച്ചു കൊടുത്തില്ലേ, അതിനുമായിട്ട് ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം സംസാരിക്കാനായിട്ടാണ് അവളെ വിളിച്ചേക്കുന്നത്. അവളും വരാന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആഷിന്റെ ബിൽഡിങ്ങിലോട്ട്, അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് നേരത്തെ നമ്മൾ കണ്ട 100 ആൾക്കാർ വരുന്നുണ്ട് അവളെ പിടിച്ചോണ്ട് പോകാനായിട്ട്. എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറിയ ആൾക്കാർ, ഈ 100 ആൾക്കാർ നോക്കുമ്പോൾ ആഷിനെ കാണാനായിട്ടില്ല. ആഷ് എവിടെ പോയെന്ന് നോക്കിയാൽ അവൾ നേരത്തെ തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൂപ്പനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അയാളുടെ ബിൽഡിങ്ങിൽ വന്ന് കൊട്ടുകയാണ്. അയാളും ആഷിനെ വിളിച്ച് അകത്തോട്ട് കയറി പോകും. ആഷ് അയാളോട് പറഞ്ഞു തുടങ്ങും. ആഷിന് ജോന് ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് ആ വിർച്വൽ വേൾഡിൽ പോയി താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതും ജോന്റെ കൂടെ. അതിന് അപ്പൂപ്പനെ സഹായിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പനെ സമ്മതിച്ചു കൊടുക്കുകയാണ്. കാരണം ആഷിന് ജോന് അത്ര ഇഷ്ടമാണെന്ന് അപ്പൂപ്പന് അറിയാം. പിന്നെ ഈ അപ്പൂപ്പന് ഈ ഗെയിമിലുള്ള കൺട്രോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം അപ്പൂപ്പനും കൂടെ ചേർന്നിട്ടാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ അപ്പൂപ്പൻ ആഷിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ആ 100 കണ്ടുപിടിച്ച് വരാത്തൊരു സ്ഥലം. അതനുസരിച്ച് ആഷ് ആ ഒരു ഹോട്ടലിന്റെ താഴെ പോകുന്നുണ്ട്. ചെറിയൊരു ഹോട്ടലാണ്. അവൾക്ക് അവിടെ ഇരുന്ന് ഗെയിമിൽ കയറാം, ജോയുമായിട്ട് സംസാരിക്കാം, പ്രശ്നങ്ങളെല്ലാം മാറുന്നത് വരെ. അങ്ങനെ അത് പ്രകാരം അവൾ ആ ഹോട്ടലിൽ ചെല്ലുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഗെയിമിലോട്ട് കടക്കുകയാണ്. ഗെയിമിൽ കടന്നതും ജോന്റെ അടുത്താണ് ചെന്ന് പെടുന്നത്. ജോ അവളെ കണ്ടതും അവളെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അത്രയധികം ഇഷ്ടമാണ് ജോയ്ക്ക് ആഷിനെ. അതേപോലെ തന്നെ 100 വിവരം കിട്ടിയിട്ടുണ്ട് ആഷ് ഗെയിമിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. കാരണം അങ്ങേരാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തത്. എന്ത് നടന്നാലും അങ്ങേർക്ക് മെസ്സേജ് ചെല്ലും. വീണ്ടും ആഷിനെയും അതുപോലെ തന്നെ ജോനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു സോഫയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആഷ് അവനോട് അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ അവൻ അതിനൊരു മറുപടിയും കൊടുക്കുന്നില്ല. കാരണം അവൻ വെറും ഒരു ക്യാരക്ടർ ആണെന്ന് അവന് മനസ്സിലായി. പക്ഷെ ആഷ് സമാധാനപ്പെടുത്തും. നീ ഒരിക്കലും ഒരു ക്യാരക്ടർ മാത്രമല്ല, ഇമോഷൻസ് ഉള്ള മനുഷ്യനെ പോലത്തുള്ള ക്യാരക്ടറാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് അവനൊരു മുത്തം കൊടുക്കുകയാണ്. അവനും അവൾക്ക് മുത്തം കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. അവനാകെ തകർന്ന് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ആ ഗെയിമിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണാനായിട്ടില്ല. അവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇപ്പൊ റിയൽ വേൾഡിൽ ആഷിനെ കാണിക്കുകയാണെങ്കിൽ ആഷിനെ അപ്പൂപ്പൻ കോണ്ടാക്ട് ചെയ്യും. റിയൽ വേൾഡിലുള്ള അപ്പൂപ്പൻ 100 എങ്ങനെ അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗെയിമിൽ അവൾ കയറിയപ്പോൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഹോട്ടൽ റൂമിൽ നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോളാൻ പറയും. അതിനു മുമ്പ് ഞാൻ ജോയ്ക്ക് മെസ്സേജ് അയച്ചോട്ടെ എന്ന് അപ്പൂപ്പനോട് ആഷ് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ അതിനൊന്നും സമയമില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയും. ആഷിനും ആകെ ദേഷ്യം വന്ന് വിഷമം വന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളെ ഫോളോ ചെയ്തുകൊണ്ട് 100 ആൾക്കാരും അവളുടെ പിന്നാലെ ഉണ്ട്. ഇതേ നേരം നമ്മുടെ ജോനെ കാണിക്കുകയാണെങ്കിൽ ജോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് നേരെ അപ്പൂപ്പന്റെ അടുത്ത് ചെല്ലും. അവനറിയാം അപ്പൂപ്പൻ ഈ ഗെയിമുമായിട്ട് ബന്ധമുണ്ടെന്ന്. കാരണം ആഷ് അവന് ഫോട്ടോ കാണിച്ചു കൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൂപ്പന്റെ അടുത്ത് ചെന്ന് സംസാരിക്കും. അപ്പൂപ്പ എനിക്കറിയാം നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള മനുഷ്യനാണെന്ന്. ആഷ് അപകടത്തിലാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പ അവനുമായിട്ട് സംസാരിക്കുകയാണ് ഒരു സൈഡിൽ മാറിയിരുന്നിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ 100 ഈ ഗെയിം ഷട്ട് ഓഫ് ചെയ്യാൻ പോവാണ്. പുതിയ ക്യാരക്ടർ, പുതിയ മനുഷ്യര് എല്ലാം ആഡ് ചെയ്യാനായിട്ട് പോവാണ്. പഴയ മനുഷ്യരുടെ ഇമോഷൻസും എല്ലാം നശിപ്പിച്ച് കളയാനായിട്ട് പോവാണ്. ഒരുപാടധികം ജനങ്ങൾ മരണപ്പെട്ടു പോകും. ഈ സിമുലേഷനിലുള്ള ഒരുപാടധികം ആൾക്കാർ മരണപ്പെട്ടു പോകും. അത് എത്രയും പെട്ടെന്ന് തന്നെ തടയണമെന്ന് ജോനോട് പറയും. അതെങ്ങനെ തടയുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് ആഷ് ഒരു ബുക്ക് കൊടുത്തില്ലായിരുന്നോ, അത് തുറന്നപ്പോൾ ജോയ്ക്ക് എന്തോ പറ്റിയില്ലേ, അതിനകത്ത് നിറച്ചും ഡേറ്റ ആയിരുന്നു. ആ ഡേറ്റ എല്ലാം ജോന്റെ ദേഹത്തോട്ട് ട്രാൻസ്ഫർ ആയതായിരുന്നു നമ്മൾ കണ്ടത്. ഈ ട്രാൻസ്ഫർ ആയ ഡേറ്റ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ഗെയിമിനുള്ളിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഗെയിം ഹാങ് ആവും. അങ്ങനെ ഹാങ് ആവുകയാണെങ്കിൽ 100 ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തും. അത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ആഷിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ ദേഷ്യപ്പെടുകയാണ് ജോനോട്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തോണം. ആഷിന് എങ്ങനെയെങ്കിലും റിയൽ വേൾഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. എന്നാൽ നീ അങ്ങനെയല്ല. 100 ഒറ്റ അമർത്ത് മതി, അല്ലെങ്കിൽ ഒരു സ്വിച്ച് പിടിച്ച് അമർത്തിയാൽ മതി. നിന്റെയും ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ തീരുമാനമാവും. ഇതും പറഞ്ഞ് അപ്പൂപ്പൻ അവിടെ നിന്ന് എണീറ്റ് പോകും. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അത് ഒരുപാട് സഹായിക്കും. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ കഥയിലോട്ട് പോയാലോ. ജോ ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് നേരെ അവന്റെ വീട്ടിൽ വന്നിട്ട് അവൻ വാങ്ങിച്ചു വെച്ച തോക്കൊക്കെ എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ആഷിനെ കാണിക്കുകയാണെങ്കിൽ ആഷിന്റെ പിന്നാലെ കുറച്ചധികം ആൾക്കാർ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ആഷ് ഒരു സൈഡിൽ കയറി അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഈ വന്ന ആൾക്കാർ ആഷിനെ പിടിക്കാനായിട്ട് അവൾ അവിടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ലാതെ അടുത്തോട്ട് നടന്നു ചെല്ലും. എന്നാൽ ആഷ് എത്രയും പെട്ടെന്ന് തന്നെ അയാൾ അടിച്ച് താഴെ ഇടുകയാണ്. അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യും. കുറെ അടി ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്, കുറെ അടി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആഷ് അയാളെ അടിച്ച് ബോധം കെടുത്തിയിട്ട് ആഷ് പുറത്തോട്ട് നടന്നു പോകും. ആ ഒരു ഇടവഴിയിൽ നിന്ന് പുറത്തോട്ട് നടന്നു പോകും. നടന്നു പോകുന്ന സമയത്താവട്ടെ 100 ഒരാൾ അവിടെ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാൾ ആഷിനെ അടിച്ച് ബോധം കെടുത്താണ്. പിന്നീട് ആഷ് കണ്ണ് തുറക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ 100 ഉണ്ട്. 100ന്റെ കമ്പനിയിലോട്ട് അവളെ കൊണ്ടുവന്ന് കെട്ടി വെച്ചേക്കുകയാണ്. അവളുടെ കയ്യിൽ തന്നെ ഒരു കത്തി ഉണ്ടായിരുന്നു, ഒരു ചെറിയ വെപ്പൺ. അത് എടുക്കാനായിട്ട് നോക്കുമ്പോൾ കത്തി അവിടെ ഇല്ല. കത്തി അവള് നേരത്തെ കണ്ണടിച്ച് പൊട്ടിച്ചില്ലേ, അവന്റെ കയ്യിലാണ്. അവനെടുത്ത് അവളെ കളിയാക്കുന്നുണ്ട്. ഈ 100 അടുത്ത് വന്നിട്ട് അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കാമുകനെയും ആ ഗെയിമിലുള്ള ആൾക്കാരെയും കൊന്നു കളയാനായിട്ട് പോവാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ്
പറഞ്ഞിട്ട് അയാൾ എണീറ്റ് പോയി ആ സിമുലേഷനുള്ളിൽ കടക്കാണ്. ആ സിമുലേഷനുള്ളിൽ വെച്ച് ഇയാളും അതുപോലെ തന്നെ ഇയാളുടെ പാർട്ണർ ആയിട്ടുള്ള അപ്പൂപ്പനും കണ്ടുമുട്ടുന്നുണ്ട് ഒരു കോഫി ഷോപ്പിൽ വെച്ച്. അപ്പൂപ്പനോട് ചോദിക്കും, എന്തിനാണ് എന്റെ സിമുലേഷനിൽ നിങ്ങൾ കടന്നു കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് വെറും സിമുലേഷൻ മാത്രമാണ്, ജീവനുള്ള മനുഷ്യരല്ല. ഇത് കേൾക്കുമ്പോൾ അപ്പൂപ്പൻ കള്ളം പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിങ്ങളുടെ വഴിയിൽ വരത്തില്ല, ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കത്തില്ല, നിങ്ങളുടെ സിമുലേഷൻ തകർക്കാനായിട്ട് വരത്തില്ല, എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് കോഫി എടുത്ത് കുടിക്കും അപ്പൂപ്പൻ. ഈ അപ്പൂപ്പൻ ഇത് കുടിക്കുമ്പോൾ അപ്പൂപ്പൻ എന്തോ വയ്യായിക പോലെ, മറ്റൊന്നുമല്ല റിയൽ വേൾഡിൽ അപ്പൂപ്പന്റെ സ്ഥലം കണ്ടുപിടിച്ച് ഹണ്ടറിന്റെ ആൾക്കാർ അപ്പൂപ്പന്റെ കഴുത്തിൽ കത്തി കുത്തി കയറ്റി അപ്പൂപ്പനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹണ്ടറിന്റെ സ്വഭാവം ആകെ മാറും. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനും നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ ഗെയിം കണ്ടുപിടിച്ചത്, പക്ഷേ ഈ ഗെയിമിൽ ഇടപെടാനായിട്ട് നോക്കിയാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും, അതുകൊണ്ട് നിങ്ങളെ ഞാൻ തീർത്ത് കളയാനായിട്ട് പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഹണ്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഹണ്ടർ ഇറങ്ങിപ്പോകുന്ന നേരത്ത് അപ്പൂപ്പൻ അവിടെ ഗ്ലിച്ചായിട്ടിരുന്ന് അനങ്ങുന്നുണ്ട്, എന്തൊക്കെയോ പറ്റുന്നത് പോലെ. കാരണം റിയൽ വേൾഡിൽ അപ്പൂപ്പൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ ജോയ് ആണെങ്കിൽ സിമുലേഷനിലുള്ളിൽ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അപ്പൂപ്പൻ പറഞ്ഞതുപോലെ അതിനുള്ളിൽ കയറി ഡേറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്യും. പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഈ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തതും സിമുലേഷൻ എല്ലാം ലാഗ് ആവുന്നുണ്ട്. അതിന്റെ സിസ്റ്റം അൽഗോരിതം എല്ലാം തെറ്റിപ്പോയതുപോലെ. ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കമ്പനി നോക്കുന്ന ആ പെൺകുട്ടിയും കുറച്ച് ആൾക്കാരും അറിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജോനെ തീർക്കാനായിട്ട് അവർ പ്ലാനും ഇടുന്നുണ്ട്. ജോ ആ ഡേറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തോ സംശയപ്പെട്ട് താഴോട്ട് ചെന്ന് നോക്കും. താഴോട്ട് ചെന്ന് നോക്കുമ്പോൾ അവനെ കൊല്ലാനായിട്ട് അവന്മാര് താഴെ നിപ്പുണ്ട്. ഉടനടി അവൻ ആ ഷെൽഫിന്റെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോ പോവാൻ നേരത്ത് അപ്പൂപ്പൻ ഒരു പ്രത്യേകതരം ചാവി എടുത്ത് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാവി അവന്റെ കയ്യിലുണ്ട്. അവൻ അത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ നോക്കുമ്പോഴായിരിക്കും ചെറിയൊരു ചാവി ഇടുന്ന ദൂരം കാണുക. ആ ദൂരത്തിൽ കൊണ്ടുവന്ന് ചാവി ഇടും. അതിട്ടതും തൊട്ടടുത്തുള്ള ഒരു അലമാര അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം, തോക്കെടുക്കാം, ഡ്രസ്സ് എടുക്കാം, അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും. അവൻ വെപ്പൺസ് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് വലിയൊരു തോക്കെടുക്കുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും എടുത്തിടുന്നുണ്ട്. അതൊക്കെ ഇട്ട് അവിടെ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി വരും. പക്ഷെ ജോ ആരാമോൻ രണ്ടിനെയും വെടിവെച്ച് കൊന്നുകളയാണ്. നേരത്തെ കൊന്ന ആ രണ്ട് മനുഷ്യരെ തന്നെയാണ്, അവന്റെ വീട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞ രണ്ട് മനുഷ്യരെ തന്നെയാണ്. അവന്മാര് വീണ്ടും വന്നു, അവന്മാരെ വീണ്ടും തീർത്തു. ഞാൻ നിന്നെയൊക്കെ എത്ര തവണ കൊല്ലണമെന്ന് പറഞ്ഞ് ജോ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ഒരു കാര്യം സംഭവിക്കുകയാണ്. ജോ ഒരു ലോകത്ത് എത്തിപ്പെട്ടു, വേറൊരു സിമുലേഷനിൽ എത്തിപ്പെട്ടു. അങ്ങോട്ട് തന്നെ ഹണ്ടറും വരും. ജോ തോക്കെടുത്ത് ചൂണ്ടും ഹണ്ടറിനെ ഷൂട്ട് ചെയ്യാനായിട്ട്. നിനക്ക് എന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹണ്ടർ തോക്കെടുത്ത് ജോനെ ഷൂട്ട് ചെയ്യാണ്. ജോ നല്ല വേദനയിൽ അവിടെ ഇരിക്കുമ്പോൾ അവന്റെ തലയിൽ കൊണ്ടുവന്ന് തോക്ക് വയ്ക്കും. എന്നാൽ ജോ തോക്കെടുത്ത് ഈ ഹണ്ടറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നടക്കുന്നില്ല. തോക്കെല്ലാം മാഞ്ഞു പോവാണ്. കാരണം ഈ ഹണ്ടർ ഒരു അഡ്മിൻ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഗെയിം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് ജോന് അയാളുടെ പവേഴ്സ് യൂസ് ചെയ്ത് വായുവിലോട്ട് എടുത്ത് പൊക്കുകയാണ്. അയാൾക്ക് അഡ്മിൻ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഗെയിം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ജോനെ ഒരുപാട് വേദനിപ്പിച്ച് അവനെ നശിപ്പിക്കാനായിട്ട് വായുവിലെടുത്ത് പൊക്കുമ്പോൾ ഇയാൾ പറയും, ഇനി നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന്. ഇത് കേൾക്കുമ്പോൾ ജോയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഇയാളുടെ കൺട്രോളിൽ ജോ നിൽക്കുന്നില്ല. ജോ പതിയെ പതിയെ താഴോട്ടിറങ്ങി വരികയാണ്. ഇയാൾ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട് അവനെ നശിപ്പിച്ചു കളയാനായിട്ട്. എന്നാൽ നടക്കുന്നില്ല. ജോ അവന്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ്. അങ്ങനെ വെടി കണ്ട് ദൂരോട്ട് തെറിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ ഞെട്ടി എണീക്കുകയാണ്. അയാൾ ഗെയിമിനുള്ളിലല്ലായിരുന്നോ, അയാൾ റിയൽ വേൾഡിൽ ഞെട്ടി എണീച്ചിട്ട് ആഷിന്റെ അടുത്ത് ചെല്ലും. നിന്റെ ബോയ് ഫ്രണ്ടിനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആഷ് തിരിച്ചു പറയും, അതിന് എന്റെ ബോയ് ഫ്രണ്ടിന് നിങ്ങളെ ഇഷ്ടമല്ല എന്ന്. ഇത് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ആ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി. അവള് വന്നിട്ട് ഈ ആഷിനെ ഇവിടെ പിടിച്ച് കെട്ടി വെച്ചേക്കുന്നത് കാണുമ്പോൾ ബോസ് ആയിട്ടുള്ള ഹണ്ടറിനോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന്. ആ പെൺകുട്ടി ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ അവൾക്ക് ഇയാൾ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. നീ ഇതിനകത്തൊന്നും ഇടപെടണ്ട, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഗെയിമിലെ ഡേറ്റ എല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിമിലുള്ള നമ്മുടെ ജോയും അതുപോലെ തന്നെ 8 ബില്യൺ മനുഷ്യരും നശിച്ചു പോകും. ആ ഒരു സിമുലേഷൻ തന്നെ നശിച്ചു പോകും. ഇയാൾ ഈ ഗെയിം ഡിലീറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിലൊക്കെ എന്തോ പിടിച്ച് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ട് ആഷിന്റെ അടുത്തോട്ട് വരുവാണ്. ആഷ് കാല് പിടിച്ച് പറയുന്നുണ്ട്, എന്റെ ബോയ് ഫ്രണ്ടിനോട് അവസാനമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് ഒന്ന് വഴി ഒരുക്കി തരുമെന്ന്. അങ്ങനെ ഈ ഹണ്ടർ അത് സാധീകരിച്ചു കൊടുക്കുകയാണ്. ഫോൺ എടുത്ത് സിമുലേഷനിലോട്ട് കോൾ ചെയ്തിട്ട് നമ്മുടെ ആഷിനോട് സംസാരിക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ ജോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവനെ കൊണ്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കും. ആഷിന് കുഴപ്പമല്ല ഉണ്ടോന്ന് ജോ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ആഷ് പറയുക. ഇവൻ ഈ സംസാരിച്ചിട്ട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലുള്ള ബിൽഡിംഗ് എല്ലാം ആകാശത്തോട്ട് പൊങ്ങുകയാണ്. ജോ ഇത് കണ്ടിട്ട് ആഷിനോട് പറയും, ഞാൻ ഒരിക്കലും റിയൽ അല്ലായിരുന്നു, പക്ഷെ എന്റെ കൂടെ ഏറ്റവും റിയൽ ആയിട്ടുള്ളത് നീയായിരുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ നശിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അവന്റെ തോക്കും അവന്റെ കൈയും എല്ലാം അവന്റെ ഡ്രസ്സും എല്ലാം നശിച്ചു പോകുന്നുണ്ട്. ആ ഒരു വേൾഡ് തന്നെ നശിച്ചു പോവാണ്. ഈ നശിച്ചു പോകുന്ന കാര്യം അല്ലെങ്കിൽ നശിച്ചു പോയ കാര്യം ഹണ്ടറിന് മെസ്സേജ് ആയിട്ടും വരുന്നുണ്ട്. ഇയാൾ ജയിച്ചതിന്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ ടേബിളിൽ തന്നെ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗ്ലോബ്. അത് വായിലോട്ട് എണീറ്റ് പൊങ്ങാനായിട്ട് തുടങ്ങും. അത് പൊങ്ങിയിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. ഹണ്ടറിന് മനസ്സിലാവത്തില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഉടനടി അവിടുത്തെ സ്ക്രീനിൽ നമ്മുടെ മരിച്ചുപോയ അപ്പൂപ്പൻ വരുന്നുണ്ട്. ഹണ്ടർ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൂപ്പൻ കാര്യം പറയാനായിട്ട് തുടങ്ങും. അപ്പൂപ്പനാണ് ഒറിജിനലായിട്ട് സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തത്. ആ സിമുലേഷനിലുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു ഈ ഹണ്ടർ. ഹണ്ടറിനും അങ്ങനെ സിമുലേഷൻ
സിമുലേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഹണ്ടറിനെ അപ്പൂപ്പൻ സഹായിച്ചു. ആ സിമുലേഷനുള്ളിൽ വേറൊരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് സംഭവം. അപ്പൂപ്പനാണ് റിയൽ ആയിട്ടുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു സിമുലേഷൻ കണ്ടുപിടിച്ചു. ആ സിമുലേഷനിലുള്ള വ്യക്തിയും അപ്പൂപ്പനും കൂടെ ചേർന്ന് വേറൊരു സിമുലേഷൻ കണ്ടുപിടിച്ചു. ഇപ്പൊ ഇവരെല്ലാരും ഉള്ളത് ഒരു സിമുലേഷനിലാണ്. എന്നാൽ അപ്പൂപ്പൻ മാത്രം റിയൽ വേൾഡിലും. ഇതറിഞ്ഞത് ഹണ്ടറിന്റെ കിളി ആകെ പോവാണ്. അന്നേരം അപ്പൂപ്പൻ എന്തോ ചെയ്തിട്ട് ജോനെ ഈ ലോകത്തിലോട്ട് കൊണ്ടുവരികയാണ്. ജോ പെട്ടെന്ന് തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് നമ്മുടെ ആഷിന് സന്തോഷാവുക. അതുപോലെ തന്നെ അവിടെ ഒരുത്തൻ തോക്കും പിടിച്ച് നിപ്പുണ്ടല്ലോ. അവൻ തോക്കെടുത്ത് നമ്മുടെ ജോനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഗ്ലിച്ച് ആവുന്നത് പോലെ ഇതെല്ലാം അപ്പൂപ്പന്റെ പ്ലാനാണ്. അതുപോലെ തന്നെ ഹണ്ടറിന്റെ തലയിൽ നമ്മുടെ ജോ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അത് സംരക്ഷിക്കാനായിട്ടാണ് ആ സെക്യൂരിറ്റി അങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു ഹണ്ടറിനെ സംരക്ഷിക്കാനായിട്ട്. എന്നാൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ഒരു കാര്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. അത്രയധികം മനുഷ്യരെ നശിപ്പിച്ച് കളയാനായിട്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റിന്റെ കയ്യിലുള്ള തോക്ക് ചവിട്ടിത്തെറിപ്പിച്ച് അവനെ അടിച്ച് ബോധം കെടുത്തി കളയാണ്. പിന്നീട് ആഷിന്റെ കയ്യിലുള്ള കെട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഹണ്ടർ എന്നെ കൊല്ലല്ലേ, എന്നെ വെറുതെ വിട്ടേര്, ഞാൻ ഇനി നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാന്ന് പറയുമ്പോൾ നീ ഇനി ജീവിക്കേ വേണ്ടാന്ന് പറഞ്ഞ് ജോ തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിട്ടാണ്. അങ്ങേരുടെ നെഞ്ചത്ത് തന്നെ ഷൂട്ടേറ്റ് ആ ഒരു ഗ്ലാസും പൊട്ടിച്ച് താഴെ ചെന്ന് വീഴുന്നുണ്ട്. അങ്ങനെ അങ്ങേരെ തീർത്ത് കഴിഞ്ഞിട്ട് ജോ ചെന്ന് നേരെ ആഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. രണ്ടുപേരും സിമുലേഷനിലായിരുന്നു ജീവിച്ചിരുന്നത്, ഒരിക്കലും ആഷ് റിയൽ അല്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആഷും അതുപോലെ തന്നെ ജോയും കണ്ടുമുട്ടുന്നുണ്ട്. അവർ നല്ല സ്നേഹത്തിലാണ് പെരുമാറുക. അന്നേരം അങ്ങോട്ട് അപ്പൂപ്പൻ കൂടെ വരുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അപ്പൂപ്പനോട് ജോ ചോദിക്കും ഇത് കണക്ക് എത്ര ലോകം ഉണ്ടെന്ന്. എന്നാൽ അപ്പൂപ്പന് പോലും അതിലൊരു നിശ്ചയമില്ല. കാരണം ഇത് കണക്കത്തെ ഒരുപാട് ലോകങ്ങളുണ്ട്, എണ്ണിയാ തീരാത്ത അത്രയും ലോകങ്ങളുണ്ട്, ഇൻഫിനിറ്റിയാണ്. അപ്പൂപ്പൻ ഈ രണ്ടുപേർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അതുമല്ല ഇത് സിമുലേഷൻ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ, നല്ല പോലെ സ്നേഹിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ നമ്മുടെ ആഷും അതുപോലെ തന്നെ ജോയും ഇനി നല്ല സന്തോഷമായിട്ട് ജീവിക്കും. നേരത്തെ പോയ അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പന്റെ വേൾഡിൽ കണ്ണു തുറക്കുന്നുണ്ട്. രണ്ടുപേരെ ഒന്നിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ അപ്പൂപ്പന്റെ വേൾഡിൽ ഇത്രയധികം ഇമോഷൻസ് വരുമെന്ന് അപ്പൂപ്പൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു സിമുലേഷനിലുള്ള രണ്ട് ക്യാരക്ടേഴ്സിന് എമ്പതിയും അതുപോലെ തന്നെ ലവും വന്നു. ഈ എമ്പതി ആ ലോകത്ത് വരത്തില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ജോയ്ക്കും ആഷിനും ആ എമ്പതി ഉണ്ട്. ഇനി അത് വെച്ച് കോഡ് ചെയ്ത് ഒരുപാട് നല്ല മനുഷ്യരെ ആ സിമുലേഷനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ഹണ്ടറിനെ പോലെ ഇമോഷൻസ് ഇല്ലാത്ത വൃത്തികെട്ട മനുഷ്യരെ അല്ല ഇനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ ചിന്തിച്ച് സമാധാനപ്പെട്ട അപ്പൂപ്പന്റെ കസേരയിൽ വന്ന് സന്തോഷപ്പെട്ടിരിക്കുകയാണ്. ഉടനടി അപ്പൂപ്പൻ അവിടെ നിന്ന് ഗ്ലിച്ചായി മാഞ്ഞു പോകുന്നുണ്ട്. സത്യം പറഞ്ഞ അപ്പൂപ്പൻ ഒരിക്കലും റിയൽ അല്ല. അപ്പൂപ്പനും വേറൊരു സിമുലേഷനിലാണ് ഉള്ളത്. അപ്പൊ അപ്പൂപ്പനെ ക്രിയേറ്റ് ചെയ്ത വേറെ കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.